പാലക്കാട് ദുരഭിമാന കൊലക്കേസിലെ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. കൊല്ലപ്പെട്ട അനീഷിന്റെ ഭാര്യ, പിതാവ് പ്രഭുകുമാർ, അമ്മാവൻ സുരേഷ് എന്നിവരിൽ നിന്നുമാണ് തെളിവെടുക്കുന്നത്. അമ്മാവൻ സുരേഷിന്റെ വീട്ടിൽ നിന്നും അനീഷിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്തി. അവർ വെച്ചിരിക്കുന്നവർ അവരല്ലേ പറയുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് പ്രൊസീജിയർ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് തന്നെ ഈ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് അടക്കം അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. അതൊക്കെ അന്വേഷണം തുടങ്ങിയതേ ഉള്ളൂ. റിക്കവറിക്ക് വരുമ്പം ഗൂഢാലോചനയെ കുറിച്ച് ഞാൻ പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയും. പ്രസാദ് ഉണുമ്പശ്ശേരിയാണ് അവിടെ നിന്നും ചേരുന്നത്. പ്രസാദ്, ഈ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധമടക്കം കണ്ടെത്തിയ സാഹചര്യമുണ്ട്. തെളിവെടുപ്പ് ഇപ്പോഴും പുരോഗമിക്കുന്ന സാഹചര്യമാണോ നിലവിൽ? രഞ്ജിനി, ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത് ഹരിതയുടെ അമ്മാവൻ സുരേഷിന്റെ വീട്ടിലാണ്. ചെറുതപ്പുല്ലിലുള്ള സുരേഷിന്റെ വീട്ടിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്. ഇവിടെ നിന്നും കൊലയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ള കത്തി കണ്ടെടുത്തു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇനി ഒരായുധം കൂടി കണ്ടെത്താനുണ്ട്. അത് പ്രഭുകുമാറാണ് അത് കാണിച്ചു കൊടുക്കേണ്ടതെന്നാണ് പോലീസും വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ കൊലപാതകം നടന്നതിന് ശേഷം ആയുധവുമായി കത്തി ഈ വീട്ടിലൊളിപ്പിക്കുകയും രക്തക്കറ ഉള്ള വസ്ത്രം ഇവിടെ മാറ്റുകയുമാണ് സുരേഷ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു പോലീസ് സുരേഷിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് പ്രഭുകുമാറിന്റെ വീട്ടിലാണ് തെളിവെടുപ്പ് നടക്കാനുള്ളത്. അവിടെ നിന്നും ആയുധം കണ്ടെത്താനുണ്ട്. 2 ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഈ കൊല നടത്തിയിട്ടുള്ളതെന്നാണ് പോലീസ് വിലയിരുത്തൽ. ഒരു കത്തിയും മറ്റൊരു ഇരുമ്പ് ദണ്ടും ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. കത്തി ഉപയോഗിച്ചാണ് അനീഷിന്റെ 2 കാലിലും ആഴത്തിലുള്ള മുറിവ് കുത്തി പരിക്കേൽപ്പിച്ചിട്ടുള്ളത്. പിന്നീട് ഇരുമ്പ് കണ്ടുകൊണ്ട് വലിയ തോതിൽ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത് സുരേഷിന്റെ വീട്ടിലാണ്. രാവിലെ 10:00 ഇവിടെ ആദ്യം കൊലപാതകം നടന്ന മാനാംകുളത്തെത്തിച്ചാണ് 2 പേരെയും, പ്രഭുകുമാറിനെയും സുരേഷിനെയും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. തുടർന്ന് അവർ സുരേഷിന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. സുരേഷിന്റെ വീടും പ്രഭുകുമാറിന്റെ വീടും രണ്ടും ഒരു സ്ഥലത്ത് തന്നെയാണുള്ളത്. അവിടെ നിന്നും ഏറെക്കുറെ 500 മീറ്റർ മാറിയാണ്, സുരേഷിന്റെ വീട്ടിൽ നിന്നും 500 മീറ്റർ മാറിയാണ് പ്രഭുകുമാറിന്റെ വീടുള്ളത്. കൊലപാതകം നടന്ന് ആദ്യം സുരേഷാണ് ഇവിടെ എത്തി ആയുധം ഒളിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. തുടർന്ന് പ്രഭുകുമാറും രക്ഷപ്പെടാൻ ശ്രമിച്ചു. പ്രഭുകുമാറിനെ കോയമ്പത്തൂർ വെച്ചാണ് പോലീസ് പിടികൂടുന്നത്. ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. വിവാഹത്തിനുള്ള എതിർപ്പ് കാരണമാണ് കൊലപാതകം നടത്തിയതെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകി. അനീഷിനെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ചുവെന്ന് അമ്മ രാധ ആരോപിച്ചു. സ്വത്ത് ആവശ്യപ്പെട്ടുവെന്ന് ആരോപിച്ചാണ് കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ചത്. ഒരിക്കലും സ്വത്ത് മോഹിച്ചിട്ടില്ല എന്നും രാധ പറഞ്ഞു. നേരത്തെ ഞങ്ങളെ കൊണ്ടുവന്ന് 3 മാസമായിട്ടുള്ളൂ. എനിക്ക് 90 ദിവസമായിട്ടുള്ളൂ. ഞങ്ങളിപ്പോൾ ഈ കുട്ടീനെ ഇവനെ 5 വർഷമായി സ്നേഹമായിരുന്നു. അപ്പോൾ 5 വർഷമായി പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഈ പെട്ടെന്ന് ഈ 18 വയസ്സ് കഴിയട്ടെ പറഞ്ഞത്ര ഈ കുട്ടി. അപ്പോൾ പറഞ്ഞു ശരി പറഞ്ഞു, മറിയം കോളേജിൽ പഠിച്ചിരിക്കണം. അവിടെ വെച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ ഇവർ സ്നേഹമാണെന്ന് അറിഞ്ഞ് ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പോഴും ഈ കുട്ടികളാരൊക്കെ പറഞ്ഞു ശരി പറഞ്ഞു. പിന്നെ 18 കഴിഞ്ഞത് പിന്നെ കല്യാണം ഉറച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയിട്ട് ഇവള് കല്യാണം കഴിയാനെ അവർ ചക്കം വീട് കാണാൻ പോയ ശേഷമാണ് ഈ കുട്ടി എന്നെ വേറെ കഴിക്കും പറഞ്ഞിട്ട് പുറത്തിറങ്ങിയത്. അവനെ വിളിച്ച് വരുത്തി അവൾ രണ്ടാളും കൂടി സ്ഥലം വിട്ടാണ്. പിന്നെ ഞാൻ ഒരു ഞായറാഴ്ചയായിരുന്നു. പിന്നെ അച്ഛനെ പോലീസുകാർ നേരെ അവനെ സംശയം ഉണ്ടായിരുന്നു. ഇവർ അവനെ കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന വരവെ അവിടെ കൊണ്ട് പരീക്ഷ കൊടുത്തു, ഇവളുടെ ഫോട്ടോവും കൊടുത്തു. ആ ഫോട്ടോ കണ്ടിട്ട് നമ്മുടെ മകൻ്റെ ഫോൺ നമ്പർ, ഞങ്ങളുടെ ആളുടെ ഫോൺ നമ്പർ ആരുടെ അടുത്ത് വാങ്ങിയെടുത്തിട്ട് അവിടെ നിന്ന് സാറ് വിളിച്ചിട്ട് ആറുമോനാണോ ചോദിച്ചിട്ട്. അപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നു, ഞാൻ പണിക്ക് പോയിരിക്കുകയായിരുന്നു. പിന്നെ ലാസ്റ്റ് അവർ ഞാൻ ആറുമോനാണ് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മകൻ ആ വീട്ടിലുണ്ടോ ചോദിച്ചു. എൻ്റെ മകനെ കാണാനില്ല പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് മകൻ്റെ നമ്പർ ഒന്ന് തരും പറഞ്ഞു. മകൻ്റെ നമ്പർ കൊടുത്തപ്പോൾ നിങ്ങൾ എവിടെയാണോ ചോദിച്ചു. ആ കുട്ടി എവിടെയും ചോദിച്ചു. ഞങ്ങൾ 2 ആളും ഉണ്ട്. ഞങ്ങൾ വേറെ ഒരു അമ്പലത്തിൽ പോയി ഒരു മന്നച്ചാരട് കെട്ടി ഞങ്ങൾ വന്നു പറഞ്ഞു. ഓ ശരി പറഞ്ഞു. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു നിങ്ങളൊരു 5 മണിയാകുമ്പോൾ വരിക, അവരൊരു കാറിനൊരു ആൾക്കാർ വരുന്നുണ്ട്. അവിടെ പോയപ്പോൾ ഞങ്ങൾ ഈ കുട്ടി അങ്ങനെ എന്നെയും ഇറുക്കി പിടിച്ചു, അവനെയും ഇറുക്കി പിടിച്ചു. അമ്മ ഇനി ഞാൻ പോണില്ല, എന്നെ അവരുടെ വീട്ടിൽ പോയാൽ കല്യാണം കഴിച്ചു കൊടുക്കും, എൻ്റെ അപ്പൂനെ എനിക്കിഷ്ടമാണോ, ഞാൻ മരിക്കും അമ്മ, അച്ഛൻ ഞാൻ മരിക്കും, എന്നെ കല്യാണം വേറെ കഴിച്ചാൽ എൻ്റെ അച്ഛൻ ഞാൻ മരിക്കുകയാണ് പറഞ്ഞു. ശരി, അവർ വലിയ ആൾക്കാരാണെങ്കിൽ ഞങ്ങൾ കഞ്ഞിക്ക് വഴിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഒരു ജീവിതം കൊടുക്കാൻ പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുപോകുന്ന എൻ്റെ മകൻ അതൊരു തെറ്റ് മാത്രമേ എൻ്റെ മകൻ ചെയ്തിട്ടുള്ളൂ. എൻ്റെ മകൻ ജീവിതം കൊടുത്തു, എൻ്റെ മകൻ്റെ ജീവിതം കൊടുത്തു.
എന്റെ ജീവൻ അവരെടുത്തു. എന്റെ ഒരു പെൺകുട്ടിക്ക് ജീവിതം കൊടുത്തു. എന്റെ മകന്റെ ജീവൻ അവര് കൊടുത്തു. അവരത് കൊടുത്തിട്ടുണ്ട്. അവര് ഞങ്ങള് ഈ കുട്ടിയെ അപ്പോൾ ഞങ്ങളുടെ ആരോ പോയിട്ട് അവരുടെ വീടെത്തിയിട്ട് വീട്ടിന്റെ പരിസരത്ത് പോയി ഞങ്ങൾക്ക് സ്വത്ത് വേണം, ഞങ്ങൾക്ക് അത് വേണം ഇത് വേണം പറഞ്ഞ് അവരിന് ഭീഷണിപ്പെടുത്തി പറഞ്ഞ് അവര് ഇവിടെ ആലത്തൂർ കോടതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനിടെ ഹരിതയുടെ മുത്തച്ഛൻ കുമാരേശന്റെ ഫോൺ സംഭാഷണം പുറത്തുവന്നു. ഹരിത വീട്ടിലെത്തിയാൽ അനീഷിന് പണം നൽകാമെന്ന മുത്തച്ഛൻ കുമാരേശൻ പിള്ള പറയുന്നതാണ് സംഭാഷണം. എന്നാൽ വാഗ്ദാനം അനീഷ് നിരസിക്കുകയായിരുന്നു. പൊട്ടത്തരത്തിൽ ഇറങ്ങിപ്പോയി, ഇല്ല അവർക്ക് എന്താ വേണ്ടത്. പിന്നെ നിങ്ങൾ ഒന്നിച്ചാണെങ്കിൽ നിന്റെ അച്ഛൻ വീട് വിട്ടിട്ട് എവിടെ പോകാനെന്നാ പറയുന്നത്, മനസ്സിലായില്ലേ? വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് വന്നാൽ നിന്നെ പൂ പോലെ നോക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്ന് കുളിച്ചു കയറേണ്ടതേ ഉള്ളൂ, മനസ്സിലായില്ലേ? അവർക്ക് എന്താ പണമാണ് വേണ്ടതെങ്കിൽ ഞാൻ കൊടുക്കാം, നിന്നെ ഒഴിവാക്കിക്കോ. പണം അവർക്ക് പണമാണ് ആവശ്യമെങ്കിൽ ഞാൻ കൊടുക്കാം. അതേസമയം ഒന്നിച്ചിരുന്ന ഒരു പൈസ നിന്റെ അച്ഛൻ തരില്ല കുട്ടി, മനസ്സിലായോ? അപ്പൊ അതിനുള്ള തീരുമാനം എടുത്തിട്ട് നീ എന്നെ അറിയിച്ചാൽ വേണ്ട നടപടി. അവരയക്കില്ല, അവരെന്തുകൊണ്ട് അയക്കില്ല? അപ്പൊ നിനക്ക് നിന്റെ വീട് വേണ്ടേ? ചെറിയച്ഛൻ, വലിയച്ഛൻ, അമ്മാമ, അങ്ങനെ എല്ലാവരും ഉണ്ട്, ഇത് വേണ്ടേ? പോലീസിനെതിരെയുള്ള പരാതി ആവർത്തിച്ച് കൊല്ലപ്പെട്ട അനീഷിന്റെ ഭാര്യ ഹരിത പോലീസ് വേണ്ട നടപടി എടുത്തില്ല. നടപടി എടുത്തിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. 3 മാസത്തിലധികം ജീവിക്കില്ല എന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. അമ്മാവനും നിരന്തരം ഭീഷണിപ്പെടുത്തി. ഭർത്താവിനെ കൊന്നവർക്ക് കടുത്ത ശിക്ഷ കിട്ടണമെന്നും ഹരിത ന്യൂസ് 18 പറഞ്ഞു. അച്ഛൻ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കോംപ്രമൈസ് ആയിട്ട് വന്നതാണ്. അപ്പം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരുമ്പോൾ അച്ഛൻ പറഞ്ഞു 3 മാസത്തെ താലി കഴുത്തിലുണ്ടാവുള്ളൂ പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു. മാമൻ വീട്ടിലേക്ക് വരികയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. എന്നെയും അനീഷേട്ടനെയും തല്ലുകയും എന്നെ എവിടെ തല്ലുകയും എൻ്റെ അനീഷേട്ടൻ്റെ ചെസ്റ്റിൻ്റെ അവിടെ കുത്തുകയും ചെയ്തിട്ട് അപ്പോൾ ഞാനും അമ്മയും അനിയത്തിയും കൂടെ പോലീസ് സ്റ്റേഷനിൽ പോവുകയും ഇവിടെ നിന്ന് പരാതി എഴുതിയിട്ടാണ് പോയത്. ഇത് അന്വേഷണമൊന്നും ഉണ്ടായിരുന്നില്ല. അത് ചെയ്യുമായിരുന്നെങ്കിൽ എൻ്റെ അനീഷേട്ടൻ ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ല. അവരന്വേഷണമൊന്നും ഉണ്ടായി. പിന്നെ അച്ഛൻ വിളിച്ച് പറഞ്ഞപ്പോൾ ഇലക്ഷൻ്റെ ഡ്യൂട്ടിയാണ്, തിരക്കാണെന്ന് പറഞ്ഞിട്ട് അവർ പറയുകയും ചെയ്യും. ഇവർ എൻ്റെ ഏട്ടനെ കൊല ചെയ്ത് കടുത്ത ശിക്ഷ കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. അവർക്ക് ശിക്ഷ കിട്ടണം. അമ്മാവനാണ് വീട്ടിലേക്ക് വന്നിട്ടുള്ളൂ, വേറെ ആരും വന്നിട്ടില്ല. അമ്മാവനാണ് വീട്ടിലേക്ക് വന്നത്. ഞങ്ങൾ പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ അറിയുകയും ഇതൊക്കെ ആയിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ വീട്ടിൽ നിന്ന് പറഞ്ഞിരുന്നു കാസ്റ്റിൻ്റെയാണ്. പക്ഷെ ഞങ്ങൾ കുറച്ച് ഉയർന്നതിൻ്റെയും ഇവർ കുറച്ച് താഴ്ന്നതിൻ്റെയും ആയ കാരണം. കോൺഗ്രസിൽ നേതൃമാറ്റം വേണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെ സംസ്ഥാന നേതാക്കളുമായി കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ കേരളത്തിൽ. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനുമായാണ് താരിഖ് അൻവർ കൂടിക്കാഴ്ച നടത്തി. അതിനിടെ തിരുവനന്തപുരത്ത് വിവിധയിടങ്ങളിൽ വീണ്ടും ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. ഗ്രൂപ്പ് പോര് അവസാനിപ്പിക്കണമെന്നും രാഹുൽ ഗാന്ധിയെ AICC അധ്യക്ഷനാക്കണമെന്നുമാണ് ആവശ്യം. കെ സുധാകരനെ KPCC അധ്യക്ഷനാക്കണമെന്ന ആവശ്യവും ഫ്ലെക്സുകളിലുണ്ട്. കാസർഗോഡും സുധാകരനുമായി ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടു. VR കാർത്തിക്കാണ് ചേരുന്നത്. കാർത്തിക്, എന്തായാലും താരിഖ് അൻവറിന്റെ നേതൃത്വത്തിൽ നിർണായക കൂടിക്കാഴ്ചകൾ നടക്കുകയാണ്. ഇപ്പോൾ KPCC അധ്യക്ഷനുമായും കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട്. എങ്ങനെയാണ് കാണേണ്ട സാധ്യതകൾ? തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താനുള്ള നിർണായക യോഗങ്ങളിലേക്ക് കോൺഗ്രസ് കടക്കുകയാണ്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ അല്പസമയത്തിനകം KPCC ആസ്ഥാനത്ത് എത്തും. രാവിലെ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇന്ന് രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുമായും MPമാരുമായും MLAമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വൈകിട്ടോടുകൂടി KPCC ഉപാധ്യക്ഷന്മാർ, ജനറൽ സെക്രട്ടറി അടക്കമുള്ളവരുമായും കൂടിക്കാഴ്ച നടത്തും. പ്രധാനമായും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയേക്കാനുള്ള കാരണങ്ങൾ വിലയിരുത്താനും അതോടൊപ്പം തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താനുമാണ് താരിഖ് അൻവർ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നാളെ UDF നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചകൾക്ക് ശേഷം താരിഖ് അൻവർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരുത്തൽ നടപടികൾ പ്രതീക്ഷിക്കുന്നത്. ജനുവരി ആദ്യ വാരത്തോടു കൂടി തന്നെ തിരുത്തൽ നടപടികൾ പ്രതീക്ഷിക്കുന്നു. ഏതായാലും നേതൃമാറ്റം വേണം എന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ശക്തമായി ഉയർന്നിട്ടുണ്ട്. ഇന്ന് കേന്ദ്ര നേതാക്കൾ തലസ്ഥാനത്ത് എത്തിയ ദിവസവും തലസ്ഥാനത്ത് പലയിടങ്ങളിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. രാഹുൽ ഗാന്ധി നേതൃത്വത്തിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്റർ, അതോടൊപ്പം തന്നെ സംസ്ഥാന തലത്തിൽ നേതൃമാറ്റം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്റർ, അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നേതാക്കൾ പരസ്പരം വിമർശിച്ചുകൊണ്ടുള്ള ഫ്ലക്സുകൾ, ഇതെല്ലാം ഇന്നും തലസ്ഥാനത്ത് സജീവമായിരുന്നു. ഏതായാലും ഇന്നത്തെ കൂടിക്കാഴ്ചകൾക്ക് ശേഷം നാളെ UDF നേതാക്കളെയും താരിഖ് അൻവർ കാണുന്നുണ്ട്. ഈ അഭിപ്രായങ്ങൾ എല്ലാം ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കും താരിഖ് അൻവർ ഹൈക്കമാൻഡിന് കൈമാറുക. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തിരുത്തൽ നടപടികളാവും ഉണ്ടാവുക. ഏതായാലും നിലവിൽ ചർച്ചകളിൽ ഉള്ള ഫോർമുലകൾ ഇങ്ങനെയാണ്.
തെരഞ്ഞെടുപ്പ് പ്രചരണ സമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉമ്മൻചാണ്ടിയെ കൊണ്ടുവരിക, ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് ചർച്ചകളിൽ നിറയുന്നത്. ഏതായാലും പ്രമുഖ നേതാക്കൾ ഇപ്പോൾ തന്നെ KPCC ആസ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു. താരിഖ് അൻവർ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും. നിലവിൽ തെരഞ്ഞെടുപ്പ് പരാജയം കൂട്ടുത്തരവാദിത്തം എന്ന വിലയിരുത്തലാണ് ഹൈക്കമാൻഡിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിയെ മാറ്റുന്നതിനോട് യോജിപ്പില്ല. ഏതായാലും ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ നേതൃത്വത്തിനെതിരെ സ്വാഭാവികമായും വിമർശനങ്ങൾ ഉയരും. അതിൻ്റെയൊക്കെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തിച്ചേരുക. ശരി, VR കാർത്തിക്കാണ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ അദ്ദേഹം സംസാരിക്കുകയാണ്. തത്സമയം इस बार एक रिजोल्यूशन अपने देश के लिए भी जरूर लेना है। मेरे प्यारे देशवासियों, हमारे देश में आतताइयों से, अत्याचारियों से, देश की हजारों साल पुरानी संस्कृति, सभ्यता, हमारे रीति रिवाज को बचाने के लिए कितने बड़े बलिदान दिए गए हैं। आज उन्हें याद करने का भी दिन है। आज के ही दिन गुरु गोविंद सिंह जी के पुत्रों साहिबजादे जोरावर सिंह और फतेह सिंह को दीवार में जिंदा चुनवा दिया गया था। अत्याचारी चाहते थे कि साहिबजादे अपनी आस्था छोड़ दे, महान गुरु परंपरा की सीख छोड़ दे, लेकिन हमारे साहिबजादों ने इतनी कम उम्र में भी गजब का साहस दिखाया, इच्छा शक्ति दिखाई। दीवार में चुने जाते समय पत्थर लगते रहे, दीवार ऊंची होती रही, मौत सामने मंडरा रही थी, लेकिन फिर भी वो टस से मस नहीं हुए। आज ही के दिन गुरु गोविंद सिंह जी की माता जी माता गुजरी ने भी शहादत दी थी। करीब एक सप्ताह पहले श्री गुरु तेग बहादुर जी की भी शहादत का दिन था। मुझे यहाँ दिल्ली के गुरुद्वारा रकाबगंज जाकर गुरु तेग बहादुर जी को श्रद्धा सुमन अर्पित करने का, मत्था टेकने का अवसर मिला। इसी महीने श्री गुरु गोविंद सिंह जी से प्रेरित अनेक लोग जमीन पर सोते हैं। लोग श्री गुरु गोविंद सिंह जी के परिवार के लोगों के द्वारा दी गई शहादत को बड़ी भावपूर्ण अवस्था में याद करते हैं। इस शहादत ने संपूर्ण मानवता को, देश को नई सीख दी। इस शहादत ने हमारी सभ्यता को सुरक्षित रखने का महान कार्य किया। हम सब इस शहादत के कर्जदार हैं। एक बार फिर मैं श्री गुरु तेग बहादुर जी, माता गुजरी जी, गुरु गोविंद सिंह जी और चारों साहिबजादों की शहादत को नमन करता हूं। ऐसे ही अनेकों शहादतों ने भारत के आज के स्वरूप को बचाए रखा है, बनाए रखा है। मेरे प्यारे देशवासियों, अब मैं एक ऐसी बात बताने जा रहा हूं जिससे आपको आनंद भी आएगा और गर्व भी होगा। भारत में लेपर्ड्स यानी तेंदुओं की संख्या में 2014 से 2018 के बीच 60% से अधिक की बढ़ोतरी हुई है। 2014 में देश में लेपर्ड्स की संख्या लगभग 7,900 थी। वहीं 2019 में इनकी संख्या बढ़कर 12,852 हो गई। ये वही लेपर्ड्स हैं जिनके बारे में जिम कार्बेट ने कहा था, जिन लोगों ने लेपर्ड्स को प्रकृति में स्वच्छंद रूप से घूमते नहीं देखा, वो उसकी खूबसूरती की कल्पना ही नहीं कर सकते। उसके रंगों की सुंदरता और उसकी चाल की मोहकता का अंदाज नहीं लगा सकते। देश के अधिकतर राज्यों में, विशेषकर मध्य भारत में, तेंदुओं की संख्या बढ़ी है। तेंदुए की सबसे अधिक आबादी वाले राज्यों में मध्य प्रदेश, कर्नाटका और महाराष्ट्र सबसे ऊपर है। यह एक बड़ी उपलब्धि है। तेंदुए पूरी दुनिया में वर्षों से खतरों का सामना करते आ रहे हैं। दुनिया भर में उनके हैबिटेट को नुकसान हुआ है। ऐसे समय में भारत ने तेंदुए की आबादी में लगातार बढ़ोतरी कर पूरे विश्व को एक रास्ता दिखाया है। आपको इन बातों की भी जानकारी होगी कि पिछले कुछ सालों में
भारत में शेरों की आबादी बढ़ी है, बाघों की संख्या में भी वृद्धि हुई है, साथ ही भारतीय वन क्षेत्र में भी इजाफा हुआ है। इसकी वजह ये है कि सरकारी नहीं बल्कि बहुत से लोग, सिविल सोसाइटी, कई संस्थाएं भी हमारे पेड़ पौधों और वन्य जीवों के संरक्षण में जुटी हुई हैं। वे सब बधाई के पात्र हैं। साथियों, मैंने तमिलनाडु के कोयम्बटूर में एक हृदयस्पर्शी प्रयास के बारे में पढ़ा। आपने भी सोशल मीडिया पर इसके विजुअल्स देखे होंगे। हम सब ने इंसानों वाली व्हीलचेयर देखी है, लेकिन कोयम्बटूर की एक बेटी गायत्री ने अपने पिताजी के साथ एक पीड़ित डॉग के लिए व्हीलचेयर बना दी। यह संवेदनशीलता प्रेरणा देने वाली है, और यह तभी हो सकता है जब व्यक्ति हर जीव के प्रति दया और करुणा से भरा हुआ हो। दिल्ली, एनसीआर और देश के दूसरों शहरों में ठिठुरती ठंड के बीच बेघर पशुओं की देखभाल के लिए कई लोग बहुत कुछ कर रहे हैं। वे उन पशुओं के खाने पीने और उनके लिए स्वेटर और बिस्तर तक का इंतजाम करते हैं। कुछ लोग तो ऐसे हैं जो रोजाना सैकड़ों की संख्या में ऐसे पशुओं के लिए भोजन का इंतजाम करते हैं। ऐसे प्रयास की सराहना होनी चाहिए। कुछ इसी प्रकार के नेक प्रयास उत्तर प्रदेश के कौशाम्बी में भी किए जा रहे हैं। वहां जेल में बंद कैदी गायों को ठंड से बचाने के लिए पुराने और फटे कंबलों से कवर बना रहे हैं। इन कंबलों को कौशाम्बी समेत दूसरे जिलों की जेलों से एकत्र किया जाता है और फिर उन्हें सिलकर गौशाला भेज दिया जाता है। कौशाम्बी जेल के कैदी हर सप्ताह अनेकों कवर तैयार कर रहे हैं। आइए दूसरों की देखभाल के लिए सेवा भाव से भरे इस प्रकार के प्रयासों को प्रोत्साहित करें। यह वास्तव में एक ऐसा सत्कार्य है जो समाज की संवेदनाओं को सशक्त करता है। मेरे प्यारे देशवासियों, अब जो पत्र मेरे सामने है उसमें 2 बड़े फोटो है। ये फोटो एक मंदिर के हैं और बिफोर और आफ्टर के हैं। इन फोटो के साथ जो पत्र है उसमें युवाओं की एक ऐसी टीम के बारे में बताया गया है जो खुद को युवा ब्रिगेड कहती है। दरअसल इस युवा ब्रिगेड ने कर्नाटका में श्रीरंगपट्टनम के पास स्थित वीरभद्र स्वामी नाम के एक प्राचीन शिव मंदिर का कायाकल्प कर दिया। मंदिर में हर तरफ घास फूस और झाड़ियां भरी हुई थी, इतनी कि राहगीर भी नहीं बता सकते थे कि यहाँ एक मंदिर है। एक दिन कुछ पर्यटकों ने इस भूले बिसरे मंदिर का एक वीडियो सोशल मीडिया पर पोस्ट कर दिया। युवा ब्रिगेड ने जब इस वीडियो को सोशल मीडिया पर देखा तो उनसे रहा नहीं गया और फिर इस टीम ने मिलजुल कर इसका जीर्णोद्धार करने का फैसला किया। उन्होंने मंदिर परिसर में उगाई कंटीली झाड़ियां, घास और पौधों को हटाया। जहां मरम्मत और निर्माण की आवश्यकता थी वो किया। उनके अच्छे काम को देखते हुए स्थानीय लोगों ने भी मदद के हाथ बढ़ाए। किसी ने सीमेंट दिया तो किसी ने पेंट। ऐसी कई और चीजों के साथ लोगों ने अपना अपना योगदान किया। ये सभी युवा कई अलग तरह के प्रोफेशन से जुड़े हैं। ऐसे में उन्होंने वीकेंड्स के दौरान समय निकाला और मंदिर के लिए कार्य किया। युवाओं ने मंदिर में दरवाजा लगवाने के साथ साथ बिजली का कनेक्शन भी लगवाया। इस प्रकार उन्होंने मंदिर के पुराने वैभव को फिर से स्थापित करने का काम किया। जुनून और दृढ़ निश्चय ऐसी 2 चीजें हैं जिनसे लोग हर लक्ष्य प्राप्त कर सकते हैं। जब मैं भारत के युवाओं को देखता हूं तो खुद को आनंदित और आश्वस्त महसूस करता हूं। आनंदित और आश्वस्त इसलिए क्योंकि मेरे देश के युवाओं में कैन डू की अप्रोच है और विल डू
की स्पिरिट है, उनके लिए कोई भी चुनौती बड़ी नहीं है, कुछ भी उनकी पहुंच से दूर नहीं है। मैंने तमिलनाडु के एक टीचर के बारे में पढ़ा, उनका नाम हेमलता एन.के. है, जो विडुपुरम के एक स्कूल में दुनिया की सबसे पुरानी भाषा तमिल पढ़ाती है। कोविड-19 महामारी भी उनके अध्यापन के काम में आड़े नहीं आ पाई। हाँ, उनके सामने चुनौतियां जरूर थी, लेकिन उन्होंने एक इनोवेटिव रास्ता निकाला। उन्होंने कोर्स के सभी 53 चैप्टर्स को रिकॉर्ड किया, एनिमेटेड वीडियो तैयार किए और इन्हें एक पेन ड्राइव में लेकर अपने स्टूडेंट्स को बांट दिए। इससे उनके स्टूडेंट्स को बहुत मदद मिली, वो चैप्टर्स को विजुअली भी समझ पाए। इसके साथ ही वे अपने स्टूडेंट से टेलीफोन पर भी बात करती रही। इससे स्टूडेंट्स के लिए पढ़ाई काफी रोचक हो गई। देश भर में कोरोना के समय में टीचर्स ने जो इनोवेटिव तरीके अपनाए, जो कोर्स मटेरियल क्रिएटिविटी तैयार किया है, वो ऑनलाइन पढ़ाई के इस दौर में अमूल्य है। मेरा सभी टीचर से आग्रह है कि वो इन कोर्स मटेरियल को शिक्षा मंत्रालय के दीक्षा पोर्टल पर जरूर अपलोड करें। इससे देश के दूर दराज वाले इलाकों में रह रहे छात्र छात्राओं को काफी लाभ होगा। साथियों, आइए अब बात करते हैं झारखंड की कोरवा जनजाति के हीरामन जी की। हीरामन जी गढ़वा जिले के सिंजो गांव में रहते हैं। आपको यह जानकर हैरानी होगी कि कोरवा जनजाति की आबादी महज 6000 है, जो शहरों से दूर पहाड़ों और जंगलों में निवास करती है। अपने समुदाय की संस्कृति और पहचान को बचाने के लिए हीरामन जी ने एक बीड़ा उठाया है। उन्होंने 12 साल के अथक परिश्रम के बाद विलुप्त होती कोरवा भाषा का शब्दकोश तैयार किया है। उन्होंने इस शब्दकोश में घर गृहस्थी में प्रयोग होने वाले शब्दों से लेकर दैनिक जीवन में इस्तेमाल होने वाले कोरवा भाषा के ढेर सारे शब्दों को अर्थ के साथ लिखा है। कोरवा समुदाय के लिए हीरामन जी ने जो कर दिखाया है, वह देश के लिए एक मिसाल है। मेरे प्यारे देशवासियों, ऐसा कहते हैं कि अकबर के दरबार में एक प्रमुख सदस्य अबुल फजल थे। उन्होंने एक बार कश्मीर की यात्रा के बाद कहा था कि कश्मीर में एक ऐसा नजारा है जिसे देखकर चिड़चिड़े और गुस्से लोग भी खुशी से झूम उठेंगे। दरअसल वे कश्मीर में केसर के खेतों का उल्लेख कर रहे थे। केसर सदियों से कश्मीर से जुड़ा हुआ है। कश्मीरी केसर मुख्य रूप से पुलवामा, बडगाम और किश्तवाड़ जैसी जगहों पर उगाया जाता है। इसी साल मई में कश्मीरी केसर को जियोग्राफिकल इंडिकेशन टैग यानी जीआई टैग दिया गया। इसके जरिए हम कश्मीरी केसर को एक ग्लोबली पॉपुलर ब्रांड बनाना चाहते हैं। कश्मीरी केसर वैश्विक स्तर पर एक ऐसे मसाले के रूप में प्रसिद्ध है जिसके कई प्रकार के औषधीय गुण है। यह अत्यंत सुगंधित होता है, इसका रंग गाढ़ा होता है और इसके धागे लंबे व मोटे होते हैं, जो इसकी मेडिसिनल वैल्यू को बढ़ाते हैं। यह जम्मू और कश्मीर की समृद्ध सांस्कृतिक विरासत का प्रतिनिधित्व करता है। क्वालिटी की बात करें तो कश्मीर का केसर बहुत यूनिक है और दूसरे देशों के केसर से बिल्कुल अलग है। कश्मीर के केसर को जीआई टैग रिकॉग्नाइजेशन से एक अलग पहचान मिली है। आपको यह जानकर खुशी होगी कि कश्मीरी केसर को जीआई टैग का सर्टिफिकेट मिलने के बाद दुबई के एक सुपरमार्केट में इसे लॉन्च किया गया। अब इसका निर्यात बढ़ने लगेगा। यह आत्मनिर्भर भारत बनाने के हमारे प्रयासों को और मजबूती देगा। केसर के किसानों को इससे विशेष रूप से लाभ होगा। पुलवामा में
त्राल के शार इलाके में रहने वाले अब्दुल मजीद वानी को ही देख लीजिए। वो अपने जीआई टैग्ड केसर को नेशनल सैफरन मिशन की मदद से पंपोर के ट्रेडिंग सेंटर में ई ट्रेडिंग के जरिए बेच रहे हैं। इसके जैसे कई लोग कश्मीर में यह काम कर रहे हैं। अगली बार जब आप केसर को खरीदने का मन बनाएं तो कश्मीर का ही केसर खरीदने की सोचें। कश्मीरी लोगों की गर्मजोशी ऐसी है कि वहां के केसर का स्वाद ही अलग होता है। मेरे प्यारे देशवासियों, अभी 2 दिन पहले ही गीता जयंती थी। गीता हमें हमारे जीवन के हर संदर्भ में प्रेरणा देती है। लेकिन क्या आपने कभी सोचा है गीता इतनी अद्भुत ग्रंथ क्यों है? वो इसलिए क्योंकि ये स्वयं भगवान श्री कृष्ण की ही वाणी है। लेकिन गीता की विशिष्टता ये भी है कि जानने की जिज्ञासा से शुरू होती है, प्रश्न से शुरू होती है। अर्जुन ने भगवान से प्रश्न किया, जिज्ञासा की, तभी तो गीता का ज्ञान संसार को मिला। गीता की ही तरह हमारी संस्कृति में जितना भी ज्ञान है सब जिज्ञासा से ही शुरू होता है। वेदांत का तो पहला मंत्र ही है अथातो ब्रह्म जिज्ञासा, अर्थात आओ हम ब्रह्म की जिज्ञासा करें। इसलिए तो हमारे यहाँ ब्रह्म के भी अन्वेषण की बात कही जाती है। जिज्ञासा की ताकत ही ऐसी है। जिज्ञासा आपको लगातार नए के लिए प्रेरित करती है। बचपन में हम इसलिए तो सीखते हैं क्योंकि हमारे अंदर जिज्ञासा होती है। यानी जब तक जिज्ञासा है तब तक जीवन है। जब तक जिज्ञासा है तब तक नया सीखने का क्रम जारी है। इसमें कोई उम्र, कोई परिस्थिति मायने ही नहीं रखती। जिज्ञासा की ऐसी ही ऊर्जा का एक उदाहरण मुझे पता चला तमिलनाडु के बुजुर्ग श्री टी श्रीनिवासाचार्य स्वामी जी के बारे में। श्री टी श्रीनिवासाचार्य स्वामी जी 92 साल के हैं, 92 इयर्स। वो इस उम्र में भी कंप्यूटर पर अपनी किताब लिख रहे हैं, वो भी खुद ही टाइप करके। आप सोच रहे होंगे कि किताब लिखना तो ठीक है, लेकिन श्रीनिवासाचार्य जी के समय पर तो कंप्यूटर रहा ही नहीं होगा। फिर उन्होंने कंप्यूटर कब सीखा? ये बात सही है कि उनके कॉलेज के समय में कंप्यूटर नहीं था, लेकिन उनके मन में जिज्ञासा और आत्मविश्वास अभी भी उतना ही है जितना अपनी युवावस्था में था। दरअसल श्रीनिवासाचार्य स्वामी जी संस्कृत और तमिल के विद्वान हैं। वो अब तक करीब 16 आध्यात्मिक ग्रंथ भी लिख चुके हैं। लेकिन कंप्यूटर आने के बाद उन्हें जब लगा कि अब तो किताब लिखने और प्रिंट होने का तरीका बदल गया है, तो उन्होंने 86 साल की उम्र में, 86 की उम्र में कंप्यूटर सीखा, अपने लिए जरूरी सॉफ्टवेयर सीखे। अब वो अपनी किताब पूरी कर रहे हैं। साथियों, श्री टी श्रीनिवासाचार्य स्वामी जी का जीवन इस बात का प्रत्यक्ष प्रमाण है कि जीवन तब तक ऊर्जा से भरा रहता है जब तक जीवन में जिज्ञासा नहीं मरती है, सीखने की चाह नहीं मरती है। इसलिए हमें कभी ये नहीं सोचना चाहिए कि हम पिछड़ गए, हम चूक गए, काश हम भी ये सीख लेते। हमें ये भी नहीं सोचना चाहिए कि हम नहीं सीख सकते या आगे नहीं बढ़ सकते। मेरे प्यारे देशवासियों, अभी हम जिज्ञासा से कुछ नया सीखने और करने की बात कर रहे थे। नए साल पर नए संकल्पों की भी बात कर रहे थे। लेकिन कुछ लोग ऐसे भी होते हैं जो लगातार कुछ न कुछ नया करते रहते हैं, नए नए संकल्पों को सिद्ध करते रहते हैं। आपने भी अपने जीवन में महसूस किया होगा, जब हम समाज के लिए कुछ करते हैं तो बहुत कुछ करने की ऊर्जा समाज हमें खुद ही देता है। सामान्य सी लगने वाली प्रेरणाओं से बहुत बड़े काम भी हो जाते हैं।
ऐसे ही एक युवा है श्रीमान प्रदीप सांगवान। गुरुग्राम के प्रदीप सांगवान 2016 से हीलिंग हिमालय नाम से अभियान चला रहे हैं। वो अपनी टीम और वॉलंटियर्स के साथ हिमालय के अलग अलग इलाकों में जाते हैं और जो प्लास्टिक कचरा टूरिस्ट वहां छोड़कर आते हैं वो साफ करते हैं। प्रदीप जी अब तक हिमालय की अलग अलग टूरिस्ट लोकेशन से टनों प्लास्टिक साफ कर चुके हैं। इसी तरह कर्नाटका के एक युवा दंपति है अनुदीप और मीनूषा। अनुदीप और मीनूषा ने अभी पिछले महीने नवंबर में ही शादी की है। शादी के बाद बहुत से युवा घूमने फिरने जाते हैं, लेकिन इन दोनों ने कुछ अलग किया। ये दोनों हमेशा देखते थे कि लोग अपने घर से बाहर घूमने तो जाते हैं, लेकिन जहां जाते हैं वहीं ढेर सारा कूड़ा कचरा छोड़कर आ जाते हैं। कर्नाटका के सोमेश्वर बीच पर भी यही स्थिति थी। अनुदीप और मीनूषा ने तय किया कि वो सोमेश्वर बीच पर लोग जो कचरा छोड़कर गए हैं उसे साफ करेंगे। दोनों पति पत्नी ने शादी के बाद अपना पहला संकल्प यही लिया। दोनों ने मिलकर समंदर तट का काफी कचरा साफ कर डाला। अनुदीप ने अपने इस संकल्प के बारे में सोशल मीडिया पर भी शेयर किया। फिर क्या था, उनकी इतनी शानदार सोच से प्रभावित होकर ढेर सारे युवा उनके साथ आकर जुड़ गए। आप जानकर हैरान रह जाएंगे, इन लोगों ने मिलकर सोमेश्वर बीच से 800 किलो से ज्यादा कचरा साफ किया है। साथियों, इन प्रयासों के बीच हमें ये भी सोचना है कि ये कचरा इन बीचीज पर, इन पहाड़ों पर पहुंचता कैसे है। आखिर हम में से ही कोई लोग ये कचरा वहां छोड़कर आते हैं। हमें प्रदीप और अनुदीप मीनूषा की तरह सफाई अभियान चलाना चाहिए, लेकिन उससे भी पहले हमें ये संकल्प भी लेना चाहिए कि हम कचरा फैलाएंगे ही नहीं। आखिर स्वच्छ भारत अभियान का भी तो पहला संकल्प यही है। हाँ, एक और बात मैं आपको याद दिलाना चाहता हूँ। कोरोना की वजह से इस साल इसकी चर्चा उतनी हो नहीं पाई है। हमें देश को सिंगल यूज प्लास्टिक से मुक्त करना ही है। ये भी 2021 के संकल्पों में से एक है। आखिर में मैं आपको नए वर्ष के लिए बहुत बहुत शुभकामनाएं देता हूं। आप खुद स्वस्थ रहिए, अपने परिवार को स्वस्थ रखिए। अगले वर्ष जनवरी में नए विषयों पर मन की बात होगी। बहुत बहुत धन्यवाद। മൻ കി ബാത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ അദ്ദേഹം ഇപ്പോൾ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി. ഓരോ പ്രതിസന്ധിയും ഓരോ പാഠം പഠിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞുവെച്ചു. കോവിഡ് കാലത്ത് പ്രതിസന്ധിയെ രാജ്യം മറികടക്കുമെന്നും അദ്ദേഹം പറയുന്നു. 2021 രോഗസൗഖ്യത്തിനായിരിക്കും ഏറ്റവും പ്രാധാന്യം നൽകുക എന്നും മൻ കി ബാത്തിലൂടെ അദ്ദേഹം രാജ്യത്തോട് പറഞ്ഞു. ജനതാ കർഫ്യൂവിനെ എല്ലാവരും അഭിനന്ദിച്ച സാഹചര്യമാണ് നമ്മൾ മുന്നിൽ കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് പ്രതിസന്ധിയെ രാജ്യം മറികടക്കും. ജനതാ കർഫ്യൂ ലോകത്തിന്റെ പ്രശംസ കിട്ടിയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പരിഗണന ലഭിക്കുന്നു. വിപണികളിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സഹജീവികളോടും മാത്രമല്ല സർവ്വചരാചരങ്ങളോടും സഹാനുഭൂതി ഉണ്ടാകണമെന്നും മൻ കി ബാത്തിലൂടെ അദ്ദേഹം പറഞ്ഞുവെക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് കേന്ദ്ര കാർഷിക നിയമങ്ങൾക്കെതിരായ പ്രതിഷേധം നടക്കുന്ന ഡൽഹിയിലടക്കം ഈ മൻ കി ബാത്ത് സമയത്ത് കർഷകർ പാത്രം കൊട്ടി പ്രതിഷേധിക്കുന്ന സാഹചര്യവും ഉണ്ടായി. എന്തായാലും നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ആഹ്വാനം കർഷകർ നൽകിയിരുന്നു. വിവിധയിടങ്ങളിൽ കർഷകർ ഈ കേന്ദ്ര കാർഷിക നിയമങ്ങൾക്കെതിരായ വിഷയത്തിൽ പാത്രം കൊട്ടി പ്രതിഷേധിക്കുന്നതും നമ്മൾ കണ്ടു. കെ പി അഭിലാഷ ഡൽഹിയിൽ നിന്നും ചേരുന്നു. അഭിലാഷ, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും പ്രധാനമന്ത്രി പറഞ്ഞു വെച്ചത്? രഞ്ജിനി, 2020 മൻ കി ബാത്തിന്റെ അവസാന എപ്പിസോഡാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്.
2021 ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. പ്രത്യേകിച്ച് കോവിഡ് വ്യാപനം പോലെ വലിയ പ്രതിസന്ധി നേരിട്ട ഒരു വർഷം കടന്നു പോകുമ്പോൾ 2021 ആരോഗ്യകരമായ ഒരു വർഷം എന്ന നിലയിൽ പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറയുന്നു. കോവിഡ് എന്നത് വലിയ വെല്ലുവിളി ഉയർത്തിയിരുന്നുവെങ്കിലും വലിയ മാറ്റങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ചില ഉദാഹരണങ്ങൾ സഹിതം പറഞ്ഞത്. തമിഴ്നാട്ടിലെ അധ്യാപിക പഠന വിഷയങ്ങൾ വിഷ്വൽ മീഡിയയിലേക്ക് മാറ്റിക്കൊണ്ട് കുട്ടികൾക്ക് പുതിയ ഒരു പഠന സൗകര്യം ഒരുക്കിയതുൾപ്പെടെയുള്ള മാതൃകകൾ അദ്ദേഹം ഈ കോവിഡ് കാലഘട്ടത്തെ മറികടക്കുന്നതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുകയും ചെയ്തു. എന്തായാലും കോവിഡ് പ്രതിസന്ധിയെ രാജ്യം മറികടക്കും എന്ന ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിച്ചു. ജനതാ കർഫ്യൂ ലോകത്തിന്റെ തന്നെ പ്രശംസ നേടി എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾ കൂടുതൽ വിപണികളിലേക്ക് സജീവമാകുന്ന വർഷമായിരുന്നു 2020 എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് പകരം ഇന്ത്യൻ നിർമ്മിതമായ ഉൽപ്പന്നങ്ങൾ എന്ന് അദ്ദേഹം എടുത്തു പറയുമ്പോൾ അത് പ്രധാനമായും ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ മാർക്കറ്റുകളിൽ നിന്ന് ഒഴിവാക്കുന്നു നടപടിയുടെ ഭാഗമായി കൂടി വേണം നമുക്ക് നോക്കിക്കാണാൻ. അതോടൊപ്പം തന്നെ 2020 എന്നത് കൂടുതൽ ആളുകൾ പുറത്ത് ഇറങ്ങാതിരിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ മലിനീകരണത്തിന്റെ കാര്യത്തിൽ വലിയ തോതിൽ കുറവുണ്ടായ ഒരു വർഷം കൂടിയാണ്. എന്നാൽ പല സംസ്ഥാനങ്ങളിലും മധ്യപ്രദേശിലടക്കം മലിനീകരണം വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുമ്പോഴും വന്യജീവികളുടെ എണ്ണത്തിലടക്കം വർധനമുണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. പ്രത്യേകിച്ച് പുലി, സിംഹം ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ എണ്ണത്തിൽ 60% വർധനമുണ്ടായിരിക്കുന്നു. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. തണുപ്പ് കാലത്ത് ഡൽഹിയിൽ ഉൾപ്പെടെയുള്ളവർ മൃഗങ്ങൾക്ക്, പ്രത്യേകിച്ച് തെരുവ് നായകൾക്ക് അടക്കം തണുപ്പിൽ നിന്ന് അതിജീവിക്കുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യം സൂചിപ്പിച്ചത്. അതായത് മനുഷ്യനോട് മാത്രമല്ല മറ്റ് ജീവജാലങ്ങളോടുകൂടി സഹാനുഭൂതി ഉള്ളവരായി മാറണം എന്ന് പ്രധാനമന്ത്രി സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് കർഷക പ്രതിഷേധം ശക്തമായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഡൽഹിയിലെ ഗുരുദ്വാരയിൽ സന്ദർശനം നടത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഗുരുദ്വാര സന്ദർശനത്തിന്റെയും ദൃശ്യങ്ങൾ അടക്കം പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം മൻ കി ബാതിൽ സൂചിപ്പിച്ചത്. അതേസമയം കർഷക പ്രതിഷേധം ഇന്നും തുടരുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് കർഷകർ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരുന്നു. കർഷകർ മൻ കി ബാത് അവതരണ സമയത്ത് പാത്രങ്ങൾ അടിച്ചും മറ്റും പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് സമരം തുടരുന്നത്. ശരി അഭിലാഷ്. ഇടവേള. കണ്ണൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് വോട്ടെടുപ്പിലൂടെ തീരുമാനിക്കും. ഇതിനായി കോർപ്പറേഷനിലെ ജയിച്ച കൌൺസിലർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗം കണ്ണൂർ DCCയിൽ പുരോഗമിക്കുകയാണ്. KPCC വർക്കിംഗ് പ്രസിഡന്റ് K. സുധാകരൻ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. UDFന് ഭൂരിപക്ഷം ലഭിച്ച കോർപ്പറേഷനിൽ 3 കോൺഗ്രസ് നേതാക്കൾ മേയർ സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിലാണ് വോട്ടെടുപ്പ്. KPCC വൈസ് പ്രസിഡന്റ് T. സിദ്ദിഖാണ് നിരീക്ഷകൻ. തൃശൂരിൽ കോൺഗ്രസ് വിമതൻ MK വർഗീസ് മേയറാകും. മന്ത്രി AC മൊയ്തീൻ അടക്കമുള്ള നേതാക്കൾ MK വർഗീസുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. ആദ്യ 2 വർഷമാകും MK വർഗീസ് മേയർ പദവി വഹിക്കുക. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ഉടനെ വർഗീസ് LDFന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ആദ്യ 2 വർഷം മേയർ പദവി വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ആദ്യ 2 വർഷം മേയർ സ്ഥാനം നൽകുന്നതോട് CPMന് യോജിപ്പുണ്ടായിരുന്നില്ല. എന്നാൽ കോർപ്പറേഷൻ തുടർഭരണമടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ച് വർഗീസിന് മേയർ സ്ഥാനം നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. 55 അംഗ കോർപ്പറേഷനിൽ 54 വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. LDFന് 24, UDFന് 24, BJPക്ക് 6 അംഗങ്ങളുമാണുള്ളത്. ഇതോടെയാണ് MK വർഗീസിന്റെ നിലപാട് നിർണായകമായത്. തിരുവനന്തപുരം കാരക്കോണത്ത് 51-കാരി ശാഖാകുമാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഭർത്താവ് അരുണിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. കിടപ്പുമുറിയിലും ഫോറൻസിക് സംഘം രക്തക്കറ കണ്ടെത്തി. ബോധരഹിതയായ ശാഖയെ കണ്ടെത്തിയ ഹാളിലും രക്തക്കറ കണ്ടെത്തിയിരുന്നു. ഷോക്ക് ഏൽപ്പിച്ചു തന്നെയാണോ കൊലപാതകമെന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമേ പറയാൻ കഴിയൂവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. VS അനുവാണ് ചേർന്നത്. അനു, എന്തായാലും ഈ ഷോക്ക് ഏൽപ്പിച്ചാണോ മരണമെന്നതിൽ പോലീസിനൊരു സംശയമുണ്ടോ? എങ്ങനെയാണ് നിലവിലെ നിഗമനം? മറ്റ് വിശദാംശങ്ങൾ. രഞ്ജിനി, ശാഖയെ കൊലപ്പെടുത്തിയത് ഷോക്ക് ഏൽപ്പിച്ചാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വന്നിട്ടില്ല. ഇതിന് പ്രധാന കാരണമായി അവർ പറയുന്നത് ശാഖയുടെ കിടപ്പുമുറിയിലും മാത്രമല്ല ശാഖ മരിച്ചു കിടന്ന സ്ഥലത്തും രക്തക്കറ ഫോറൻസിക് സംഘം കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ, അതായത് ഷോക്ക് എടുപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ശാഖയെ ഭർത്താവ് അരുൺ കൊലപ്പെടുത്തിയിരിക്കാം എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഏതായാലും ഉച്ചയോടുകൂടി ശാഖയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കും, പ്രാഥമിക റിപ്പോർട്ട് ലഭിക്കും. അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരൂ എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്.
ഷാഖയെ കൊലപ്പെടുത്തിയതാണെന്ന് അരുൺ ഇന്നലെ തന്നെ പോലീസിനോട് സമ്മതിച്ചിരുന്നു. ഇന്ന് ഉച്ചയോട് കൂടി അരുണിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് പോലീസിന്റെ നീക്കം. ശരി അനു. പോലീസിനെതിരെ ആരോപണവുമായി നെയ്യാറ്റിൻകരയിൽ പൊള്ളലേറ്റ ദമ്പതികളുടെ കുടുംബം. പോലീസിനെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകുമെന്ന് കുടുംബം അറിയിച്ചു. ജപ്തി നടപടിക്കിടെ പോലീസ് സംയമനം പാലിക്കാത്തതാണ് തീ പടരാൻ കാരണം. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന രാജനെയും അമ്പിളിയുടെയും ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. ആത്മഹത്യാ ശ്രമത്തിനിടെ ഇരുവർക്കും പൊള്ളലേൽക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. സാർ അനുവദിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മരണം മാത്രം മതി. മറ്റൊന്നും നമുക്ക് വേണ്ട. കല ചായ്ക്കാൻ ഒരിടമില്ലാതെ ആകെ മാനസിക സമനില തെറ്റിയെന്ന് അവളെയും ചേർത്ത് പെട്രോൾ ഒഴിച്ച് ഇവരെങ്ങനെയെങ്കിലും അതിലൊന്ന് മാറിപ്പോകുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ പോലീസുകാരൻ ഓടി വന്ന് കത്തിക്കുകയാണ് ഉണ്ടായത്. എൻ്റെ ഈ സിഗരറ്റ് ലാമ്പ് അയാളാണ് പിടിച്ച് തള്ളി ഇത്രയും തീ കത്താനുള്ള കാരണം. പോലീസ് എക്സിക്യൂഷൻ നടപടിയുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴാണ് ഇൻസിഡന്റ് ഉണ്ടായത്. ഇവർ തമ്മിൽ തന്നെ ദീർഘകാലമായിട്ടുള്ള വസ്തുതർക്കം ഉണ്ടായിരുന്നു രണ്ട് വിഭാഗങ്ങളുടെ. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നിയമ നടപടി നടപ്പാക്കാൻ വേണ്ടി അധ്യസ്ഥരായി പോയത്. അതിനകത്തുണ്ടായിട്ടുള്ളൊരു ഒരു ദാരുണമായ സംഭവമാണ്. ഇനി ഏതെങ്കിലും ഭാഗത്ത് പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട പോലീസ് മേധാവികളുടെ ഭാഗത്ത് നിന്നുള്ള അന്വേഷണം ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമപരമായി പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കും. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി TG സജിത്ത് ചേർന്നു. സജിത്ത്, ഗുരുതര ആരോപണമാണ് കുടുംബം ഇപ്പോൾ പോലീസിന് നേരെ ഉന്നയിച്ചിരിക്കുന്നത്. പോലീസിന്റെ ഒരു വിശദീകരണം ഇതിൽ ഉണ്ടായിട്ടുണ്ടോ? അന്വേഷണം നിലവിലെ സാഹചര്യത്തിൽ ആരംഭിച്ചിട്ടുണ്ടോ? ഗുരുതരമായ ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. അതായത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയല്ല താൻ ശ്രമിച്ചത്, മറിച്ച് പോലീസിനെ പിന്മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അത്തരമൊരു നീക്കമുണ്ടായത്. പക്ഷേ പോലീസിന്റെ ഒരു സംയമനക്കുറവാണ് ഇത്തരത്തിലൊരു അപകടത്തിന് ഇടയാക്കിയത് എന്നതാണ് വിശദീകരണം. ഈ കുടുംബം ഈ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ ഇത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. എന്തായാലും DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങിയാണ് ഈ കുടുംബം. കാരണം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് വിശദീകരിച്ചിരുന്നത് ഇത് കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ മാത്രമാണ് തങ്ങൾ ശ്രമിച്ചത്, മറ്റു നീക്കങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ കുടുംബം ഈ ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ എന്തായാലും ഇത് വളരെ അന്വേഷണം, പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം ഉണ്ടാവും. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. വസ്തുതർക്കം അവിടെ ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നിന്നും ഇവരെ കുടിയിറക്കുന്നതിന് വേണ്ടി പോലീസ് സംഘം അവിടെ എത്തിയത്. ശരി സജിത്ത്, ഒരിടവേള കൂടി. പാലക്കാട് ദുരഭിമാന കേസിലെ പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. കൊല്ലപ്പെട്ട അനീഷിന്റെ ഭാര്യ, പിതാവ് പ്രഭുകുമാർ, അമ്മാവൻ സുരേഷ് എന്നിവരിൽ നിന്നുമാണ് തെളിവെടുക്കുന്നത്. അമ്മാവൻ സുരേഷിന്റെ വീട്ടിൽ നിന്നും അനീഷിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്തി. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, ഈ തെളിവെടുപ്പ് ഇപ്പോഴും പുരോഗമിക്കുകയാണോ? ഈ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധമടക്കം കണ്ടെത്തിയ സാഹചര്യം കൂടി ഉണ്ടല്ലോ. രഞ്ജിന്റെ തെളിവെടുപ്പ് തുടരുകയാണ്. ആദ്യം കൊലപാതകം നടന്ന മാനാംകുളത്തിലെത്തിച്ച് ഇരുവരെയും തെളിവെടുത്തു. തുടർന്ന് ഒന്നാം പ്രതി സുരേഷിന്റെ, അതായത് ഹരിതയുടെ അമ്മാവന്റെ വീട്ടിലെത്തിയാണ് തെളിവെടുപ്പ് നടത്തിയത്. ഇവിടെ നിന്നും കത്തിയും, കൊല്ലാൻ ഉപയോഗിച്ച കത്തിയും കൊലപാതക സമയത്ത് സുരേഷ് ഉപയോഗിച്ചിരുന്ന വസ്ത്രവും കണ്ടെടുത്തു. പിന്നീട് രണ്ടാമത് എത്തിയിട്ടുള്ളത് ഭാര്യാപിതാവായ പ്രഭുകുമാറിന്റെ വീട്ടിലാണ്. ഇവിടെ നിന്നും കണ്ടെടുത്തിട്ടുള്ളത് ഒന്ന് സുരേഷ് തന്നെ ഉപയോഗിച്ചിരുന്ന, അമ്മാവൻ സുരേഷ് തന്നെ ഉപയോഗിച്ചിരുന്ന ഒരു ഇരുമ്പ് പൈപ്പും പിന്നെ പ്രഭുകുമാർ ഉപയോഗിച്ച വസ്ത്രവുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ഒരു ആയുധം കൂടി കണ്ടെത്താനുണ്ട് എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് കൊലപാതകത്തിന് പ്രഭുകുമാർ ഉപയോഗിച്ച പൈപ്പ് അത് സമീപത്തെ ഒരു കനാലിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. ഇനി ഇവിടുത്തെ തെളിവെടുപ്പ് ഇപ്പോൾ പ്രഭുകുമാറിന്റെ വീട്ടിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഉടനെ അടുത്ത ആയുധം, പ്രഭുകുമാർ ഉപയോഗിച്ച ആയുധം കണ്ടെത്താനായി സമീപത്തെ കനാലിലേക്കായിരിക്കും പോലീസ് പോകുക. ശരി പ്രസാദ്. അതായതാന്ന് പറഞ്ഞാൽ എടുത്തു തന്നാലും നടക്കില്ല. ഇത് ആ ദൃക്സാക്ഷികളുണ്ട്, അവരെ ഞങ്ങൾ കാണിക്കുമ്പോ ഇതല്ലെന്ന് പറഞ്ഞു പാന്റ് ഏതായിരുന്നു. അപ്പൊ അത് സ്റ്റേഷൻ പോയിട്ട് വേറെ തുണി കൊടുത്തിട്ട് ആ പാന്റ് മാറ്റണം. പാന്റ് ഊരി തുണി കൊടുത്തിട്ട് അത് സ്റ്റേഷനിൽ എടുത്താലും മതി. ഇത് നോക്കിയിട്ടത് ഇത് കണ്ട ആൾക്കാരുണ്ട്, സത്യം എന്താ കാണിക്കുന്ന കാര്യങ്ങൾ.
കണ്ണൂർ കുടിയാൻമലയിൽ 12 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. നടുവിൽ സ്വദേശി ആക്കാട്ട് ജോസ് ആണ് പിടിയിലായത്. പ്രതിക്കായി പോലീസ് ഒത്തുകളിക്കുന്നുവെന്നാരോപിച്ച് കുട്ടിയുടെ അമ്മ രംഗത്തെത്തിയതിനു പിന്നാലെയാണ് അറസ്റ്റ്. നവംബർ 19-നാണ് ആക്കാട്ട് ജോസിനെതിരെ കുട്ടിയുടെ കുടുംബം കുടിയാൻമല പോലീസിൽ പരാതി നൽകിയത്. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളായ മാതാപിതാക്കൾ പുലർച്ചെ ജോലിക്ക് പോയ സമയത്ത് ഇയാൾ വീട്ടിൽ അതിക്രമിച്ചു കടന്ന് 12-കാരിയെ പീഡിപ്പിച്ചുവെന്നാണ് പരാതി. പെരുമ്പാവൂർ EMS ടൗൺ ഹാളിൽ FLTCയിൽ നിന്നും 2 തടവ് പുള്ളികൾ ചാടിപ്പോയി. എറണാകുളം സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളായ തലശ്ശേരി കതിരൂർ സ്വദേശി മിഷേൽ ഷെഫീഖ്, ആലപ്പുഴ എടത്തുവ സ്വദേശി വിനീത് എന്നിവരാണ് ഇന്ന് പുലർച്ചെ രക്ഷപ്പെട്ടത്. പ്രാഥമിക ആവശ്യത്തിന് എന്ന് പറഞ്ഞ് ശുചിമുറിയിൽ കയറിയ ഇവർ എക്സോസ്റ്റർ ഘടിപ്പിക്കാനായി ഉണ്ടാക്കിയ ദ്വാരത്തിലൂടെ രക്ഷപ്പെടുകയായിരുന്നു. ഈ സമയം FLTCയിൽ 3 പോലീസുകാർ കാവലുണ്ടായിരുന്നതായി പെരുമ്പാവൂർ പോലീസ് പറയുന്നു. ഓർത്തഡോക്സ് യാക്കോബായ തർക്കം പരിഹരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സഭാപ്രതിനിധികളുമായി ചർച്ച നടത്തും. ഓർത്തഡോക്സ് സഭാപ്രതിനിധികളുമായി നാളെയാണ് ചർച്ച. മറ്റന്നാൾ യാക്കോബായ പ്രതിനിധികളുമായും ചർച്ച നടത്തും. സുപ്രീം കോടതി വിധിക്ക് ശേഷവും സഭാതർക്കം പരിഹരിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് വിഷയത്തിൽ പ്രധാനമന്ത്രി ഇടപെടുന്നത്. നേരത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന മധ്യസ്ഥ ചർച്ചകൾ ഫലം കണ്ടിരുന്നില്ല. മിസോറാം ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ ഇടപെടലിനെ തുടർന്നാണ് ഇരു സഭാവിഭാഗങ്ങളുടെയും നിലപാടുകൾ കേൾക്കാൻ പ്രധാനമന്ത്രി തീരുമാനിച്ചത്. ആദ്യഘട്ട ചർച്ചയിൽ സഭകളുടെ ആശങ്കകൾ വെവ്വേറെ കേൾക്കും. പ്രശ്നപരിഹാരത്തിന് ഇരു സഭകളും മുന്നോട്ട് വെക്കുന്ന ശുപാർശകൾ കൂടി കണക്കിലെടുത്ത് തുടർ നടപടികൾ സ്വീകരിക്കും. പള്ളിത്തർക്കത്തിൽ ഓർത്തഡോക്സ് സഭ സ്വീകരിച്ചിട്ടുള്ള നിലപാട് പ്രധാനമന്ത്രിയെ വ്യക്തമായി അറിയിക്കുമെന്ന് സഭാ വക്താവ് ഫാദർ ജോൺസ് എബ്രഹാം കോനാട്ട് പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ഇടപെടലിൽ വലിയ പ്രതീക്ഷയുണ്ടെന്ന് യാക്കോബായ സഭ മെത്രാപ്പോലിത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയോസ് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ പ്രധാനമന്ത്രി നടത്തുന്ന ഇടപെടൽ രാഷ്ട്രീയമായും ഏറെ പ്രാധാന്യമുള്ളതാണ്. ന്യൂസ് 18 ഡൽഹി. സഭാ തർക്കത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കാനിരിക്കുന്ന ചർച്ചകളെ തുറന്ന മനസ്സോടുകൂടി സമീപിക്കുമെന്ന് ഓർത്തഡോക്സ് സഭ. പള്ളിത്തർക്കത്തിൽ ഓർത്തഡോക്സ് സഭ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യം പ്രധാനമന്ത്രിയെ അറിയിക്കുമെന്നും ഓർത്തഡോക്സ് സഭാ വക്താവ് ഫാദർ ജോൺസ് എബ്രഹാം കോനാട്ട് പറഞ്ഞു. വളരെ തുറന്ന മനസ്സോടെ സഭ ഈ ചർച്ചയിൽ പങ്കെടുക്കും. എന്താണ് പ്രധാനമന്ത്രി അറിയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് സഭയുടെ നിലപാടുകൾ വിശദീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സഭാ തർക്കത്തിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ വരുമോ എന്ന് ഇപ്പോൾ നമുക്ക് അറിയില്ല. ആ കാര്യത്തെക്കുറിച്ചും പ്രധാനമന്ത്രി അറിയുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചാൽ സഭയുടെ നിലപാട് അറിയിക്കുന്നതാണ്. സഭാ തർക്കത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ യാക്കോബായ സഭ അടുത്ത മാസം 1-ാം തീയതി മുതൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം നടത്തും. സത്യാഗ്രഹ സമരം തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്യും. സഭാ തർക്കത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ചൊവ്വാഴ്ച ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഭീമഹർജി സമർപ്പിക്കും. അതേസമയം ഞായറാഴ്ചകളിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് ഭരണം കൈമാറിയ പള്ളികളിൽ യാക്കോബായ വിശ്വാസികൾ പ്രവേശിക്കാനുള്ള ശ്രമം തുടരുമെന്നും യാക്കോബായ സഭ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ കേരള പര്യടനം കോഴിക്കോട് പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് ക്ഷണമില്ല. ഇരുവിഭാഗം സുന്നി വിഭാഗങ്ങളെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അശ്വിൻ വല്ലത്ത് ചേരുന്നു. അശ്വിൻ, വിശദാംശങ്ങൾ. രഞ്ജിനി, ജമാഅത്ത് ഇസ്ലാമി ഒഴിച്ചുള്ള മുസ്ലിം സംഘടനകളെല്ലാം യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ സംഘടനകളുടെയും പ്രതിനിധികളുണ്ട്. ഒപ്പം തന്നെ ഈ വിവിധ ക്രിസ്ത്യൻ സംഘടനകളുടെയും പ്രതിനിധികളുണ്ട്. പക്ഷേ താമരശ്ശേരി ബിഷപ്പ് റമജിയോസ് ഇഞ്ചനാനിയലിനും കോഴിക്കോട് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിനും ഇന്ന് പുരോഹിതരുടെ സ്ഥാനാരോഹണ ചടങ്ങുള്ളതിനാൽ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. CSI ബിഷപ്പ് ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുമായി CPM നേരത്തെ നടന്നുവരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്തടക്കം വലിയ തോതിൽ ചർച്ചയായ വിഷയങ്ങളുടെ പേരിലാണ് ജമാഅത്ത് ഇസ്ലാമിയെ മാറ്റി നിർത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് പ്രധാന മുസ്ലിം സംഘടനകൾ കാന്തപുരം AP വിഭാഗമായാലും EK വിഭാഗം സുന്നി ആയാലും മുജാഹിദ് വിഭാഗമായാലും ഇവരെല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ വികസനം ഇനി എങ്ങനെയാവണം എന്നത് സംബന്ധിച്ച ചർച്ചയാണ് നടക്കുന്നത് എന്നാണ് വിശദീകരണം. ഇത് സംബന്ധിച്ച് ഇത് മാധ്യമങ്ങൾക്ക് അടക്കം പ്രവേശനമില്ലാത്ത ഒരു യോഗമാണ്. ഇവരുമായി ചർച്ച ചെയ്ത് ഈ ഭാവി കേരളം എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകളുമായി മുഖ്യമന്ത്രി സംവദിക്കുന്ന പരിപാടിയാണ്. ഇതിൽ മറ്റ് സാംസ്കാരിക നായകർ, ഒപ്പം തന്നെ കോഴിക്കോട്ടെ പ്രധാന വ്യാപാര പ്രമുഖർ, ഇത്തരത്തിലുള്ള ആളുകൾ, പ്രധാന സംഘടനകളുടെ എല്ലാം തന്നെ നേതാക്കളുണ്ട്. ഒപ്പം തന്നെയാണ് മത സമുദായ സംഘടനകളുടെ നേതാക്കളും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് മാത്രമാണ്
ക്ഷണമില്ലാത്തത് എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്കറിയാം UDF ജമാഅത്തെ ഇസ്ലാമിയുടെ അശ്വിനിലേക്ക് മടങ്ങിയെത്താം. പാലക്കാട്ടെ അനീഷിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തത്സമയം ഷർട്ടും അതുപോലെ തന്നെ ആ സമയത്ത് ഉപയോഗിച്ച ചെരുപ്പടക്കം ഒരു പ്ലാസ്റ്റിക് കവറിലായിട്ട് അവൻ അവിടെ വീട്ടിൽ ഹൈഡ് ചെയ്ത് വെച്ചിരുന്നത് അതെടുത്ത് ആചാരി തന്നെ നമ്മളത് ശിക്ഷാമാസ പ്രകാരം ഇപ്പോൾ എടുത്തു കഴിഞ്ഞു. പിന്നെ അന്ന് ഈ ഒന്നാം പ്രതി തന്നെ ഈ കത്തി കൊണ്ടുപോയ കൂടെ ഒരു പൈപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ഒരു ഇരുമ്പിൻ്റെ ഒരു പൈപ്പ്. ആ പൈപ്പ് പ്രഭുവിൻ്റെ രണ്ടാം പ്രതിയുടെ വീടിൻ്റെ ബേക്കിലാണ്. കാരണം ആ പ്രഭുവിൻ്റെ വീട്ടിലായിട്ട് സ്ഥിരം ബന്ധമുള്ളവനാണ് ഒന്നാം പ്രതി. അപ്പോൾ ഈ അവിടെ കൊണ്ടുപോയി ഹൈഡ് ചെയ്ത് വെച്ചത് ഇപ്പോൾ നമ്മൾ റിക്കവറി പ്രകാരം ആ പൈപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ പ്രഭു ഈ രണ്ടാം പ്രതി സമയത്ത് ധരിച്ചിരുന്ന ഷർട്ട്, പാൻറ് ഇപ്പോൾ അവൻ ഇട്ടിരിക്കുന്ന പാൻറ് തന്നെയാണ്. അത് വേറെ തുണി കൊടുത്തിട്ട് നമ്മളത് സീസ് ചെയ്യുന്നുണ്ട്. കൂടാതെ അവൻ ആ സമയത്ത് സംഭവ സമയം ധരിച്ചിരുന്ന ഷർട്ട് അതിവിടെ ഹൈഡ് ചെയ്ത് വെച്ചിരുന്നതാണ്, അത് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാം പ്രതി ഉപയോഗിച്ച വെപ്പണുണ്ട്, ഇരുമ്പ് ഒരു ഇരുമ്പ് കമ്പിയാണ്. അത് ഇവിടുന്ന് പോകുന്ന വഴിക്ക് ഏകദേശം ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ അപ്പുറത്താണ് ആ വലിച്ചെറിഞ്ഞിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇനി അവിടെ പോയിട്ട് അത് റിക്കവറി ചെയ്യാനുണ്ട്. പിന്നെ ഇവർ ഉപയോഗിച്ച ബൈക്കുകൾ സീസ് ചെയ്യണം. സംഭവ സ്ഥലത്തേക്ക് വരാനും പോകാനും രക്ഷപ്പെടാനും ഉപയോഗിച്ച ബൈക്കുകളുണ്ട്, ആ വെഹിക്കിൾ നമ്മൾ സീസ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ വിശദമായിട്ട് നമുക്കിത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കസ്റ്റഡി എടുത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം ഇതിന് വേറെ ആരെങ്കിലും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ, വല്ല ഗൂഢാലോചന ഉണ്ടോ, ഈ കാര്യങ്ങളെല്ലാം പ്രത്യേക കസ്റ്റഡിയിലെടുത്തിട്ട് വിശദമായിട്ട് പരിശോധിക്കുന്നതാണ്. ഒരു കാര്യം കൂടി, ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് വിവാഹവുമായി ബന്ധപ്പെട്ട തർക്കം തന്നെയാണോ? എന്താണ് പ്രതികൾ പറയുന്നത്? അല്ല, പ്രതികൾ പറയുന്നത് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണല്ലോ, അതിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് പരസ്പരം അങ്ങോട്ടും ഇറിറ്റേറ്റഡ് ആയിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്, അല്ലാതെ അതിൽ പ്രത്യേകിച്ച് നമുക്ക് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇൻറ്റൻഷൻ അതൊക്കെ തന്നെയാണ്. അതൊക്കെ ഇപ്പം ഞാൻ ഇതിനെക്കുറിച്ച് തുടക്കത്തിലേ പറയുന്നത് ശരിയല്ല. അത് ആ പെൺകുട്ടിയുടെ മൊഴി എടുത്തതിന് ശേഷം വിക്ടിമിൻ്റെ അവരുടേതായ കുടുംബാംഗങ്ങളുടെയൊക്കെ വിശദമായ മൊഴി എടുത്തതിന് ശേഷം മാത്രമേ നമ്മളൊരു കൺക്ലൂഷനിലേക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഇപ്പം അത് ഇന്ന് തന്നെ ഹാജരാക്കണം. ഇന്നലെ രാത്രി പാലത്ത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ മുന്നിലാണ് നമ്മൾ ഹാജരാക്കുന്നത്. സൺഡേ ആയതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അധികം വൈകാതെ തന്നെ കസ്റ്റഡിയിൽ വാങ്ങും. അത് കസ്റ്റഡിയിൽ വാങ്ങുമ്പോൾ ഈ കേസിൻ്റെ അന്വേഷണം ഇന്ന് കഴിഞ്ഞാൽ നാളെ മുതലുള്ള അന്വേഷണം ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് ആണ് അതിന് ഓർഡർ ആയിട്ടുണ്ട്. ഇന്നത്തെ ഇതിന് ശേഷം പ്രതി ഹാജരായി കഴിഞ്ഞാൽ കേസ് ഫയൽ ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചിന് ഹാൻഡ് ഓവർ ചെയ്യും. ഇതിനകത്ത് ഒരു കാര്യം കൂടെ, ഇതിനകത്ത് ഏതെങ്കിലും രീതിയിൽ ഈ അനീഷിന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടായെന്ന് സംശയമുണ്ട്. അത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് അങ്ങനെ ഒരു പ്രകോപനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള വിവരം തുടരന്വേഷണത്തിൽ വ്യക്തമാകേണ്ട കാര്യമാണ്. ഇപ്പം പ്രാഥമിക അന്വേഷണത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് ഒന്നും പറയാൻ കഴിയില്ല. പാലക്കാട്ടെ ദുരഭിമാന